എല്ലാവർക്കും ടെക്ലൈൻ വളർത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈസൺ 9000 കുറിച്ചാണ്. സോ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ 2 ദിവസം മുമ്പാണ് നമ്മൾ റൈസൺ 9000 സീരീസ് ഇറങ്ങിയത്. ഇപ്പോൾ 4 പ്രൊസസ്സേഴ്സാണ് നമുക്ക് വന്നത്. ഇപ്പോൾ കമ്പ്യൂടെക്സ് 2024 2 ദിവസം മുമ്പായിരുന്നു. ഇപ്പോൾ അതിൻ്റെ റൈസൺ 9000 സീരീസ്, പിന്നെ ലാപ്ടോപ്പ് പ്രോസസ്സേഴ്സ് 2 ഇറങ്ങിയിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആകെ 4 പ്രോസസ്സേഴ്സാണ് ഇറങ്ങിയത്. റൈസൺ 3 ഇറങ്ങിയിട്ടില്ല. സോ റൈസൺ 5, റൈസൺ 7, റൈസൺ 9 വന്നിട്ടുണ്ട്. സോ റൈസൺ 5 കുറിച്ച് നോക്കുവാണെങ്കിൽ 9600X വരുന്നുണ്ട്. സെയിം നമുക്കിവിടെ ഇന്റലിനെ പോലും അങ്ങനെ ഒന്നും നമുക്ക് എഫിഷ്യൻസി കോഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ടിപ്പിക്കൽ ഹൈ പെർഫോമൻസ് കോഴ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു ഈ കോഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ 4 പ്രോസസ്സാണ് ഇറങ്ങിയത്. 9600X 6 core 12 ത്രെഡ് ആണ് വരുന്നത്. 5.4 GHz 38 MB ക്യാഷ്, 65 വാട്ട്സ് TDP വരുന്നുണ്ട്. റൈസൺ 7 9700X ആണെങ്കിൽ 8 കോർ 16 ത്രെഡ്, 5.5 GHz, 40 MB ലെവൽ 2 പ്ലസ് ലെവൽ 3 ആണ് പറയുന്നത്. 65 വാട്ട് TDP വരുന്നുണ്ട്. സോ റൈസൺ 9 9900X ആണെങ്കിൽ 12 കോർ 24 ത്രെഡ് ആണ് വരുന്നത്. 5.6 GHz ആണ് ബൂസ്റ്റ് ക്ലോക്ക്, 76 MB ലെവൽ 2 പ്ലസ് ലെവൽ 3 ക്യാഷ്, 120 വാട്ട് TDP വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ വെക്കുന്നത് 9950X ആണെങ്കിൽ 16 കോർ 32 ത്രെഡ് ആണ് വരുന്നത്. 5.7 GHz ബൂസ്റ്റ് ക്ലോക്ക് വരുന്നുണ്ട്. 80 MB ലെവൽ 2 പ്ലസ് ലെവൽ 3, 170 വാട്ട് TDP. ഇപ്പം ഇത് നമ്മളിപ്പോൾ Zen 4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം ഇമ്പ്രൂവ്മെൻ്റ് എന്ന് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ AMD പറയുന്നത് പറഞ്ഞാൽ ഇപ്പോൾ Zen 4-നേക്കാളും 16% ബെറ്റർ IPC നമുക്ക് Zen 5 ഉണ്ടെന്നാണ് പറയുന്നത്. സോ IPC എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് പെർ ക്ലോക്ക് എന്നാണ്. സോ ഇപ്പോൾ Zen 4, Zen 5, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ റൈസൺ 9 7950X റൈസൺ 9 9950X സെയിം ക്ലോക്ക് റൺ ചെയ്യും. ഇപ്പം 5.6 GHz റൺ ചെയ്യാമെന്ന് വെച്ചു. സോ Zen 5 IPC ഇമ്പ്രൂവ്മെൻറ്റ് 16% ഉള്ളതുകൊണ്ട് തന്നെ ബെറ്റർ പെർഫോമൻസ് ചെയ്യും. സെയിം ക്ലോക്കിൽ തന്നെ നമുക്ക് ബെറ്റർ പെർഫോമൻസ് നമുക്ക് Zen 5 കിട്ടും. പിന്നെ 5 നാനോമീറ്റർ ഉണ്ടായിരുന്ന Zen 4 ഇപ്പോൾ Zen 5 വന്നപ്പോൾ 4 നാനോമീറ്റർ ഇട്ടായി. ഇച്ചിരി ബെറ്റർ ഇത്തിരി കൂടുതൽ നമുക്ക് എന്താ പറയുക ട്രാൻസിസ്റ്റർ കൗണ്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കമ്പാരിറ്റീവ് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ റൈസൺ 5 7600X ആണെങ്കിൽ 6 core 12 ത്രെഡ്, 5.3 GHz 38 MB ക്യാഷ്, 2 കമ്പ്യൂട്ടർ യൂണിറ്റ് വരുന്ന Arduino 2 ഗ്രാഫിക്സ് ആണ് വരുന്നത്. 105 വാട്ടാണ് ഇവിടെ TDP വരിക. അതേസമയം നമ്മൾ റൈസൺ 5 9600X ഇട്ട് നോക്കുവാണെങ്കിൽ സെയിം 6 കോർ 12 ത്രെഡ് ആണ് വരുന്നത്. ഇവിടെ 5.4 ആയിട്ടുണ്ട്. സോ ഒരു 100 MHz എക്സ്ട്രാ ക്ലോക്ക് സ്പീഡ് കൂടിയിട്ടുണ്ട്. സെയിം L2 പ്ലസ് L3 വന്നിട്ടുണ്ട്. സെയിം Arduino 2 ആണ് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ 65 വാട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ Zen 5 ഇമ്പ്രൂവ്മെൻ്റ് ആണത്. പവർ എഫിഷ്യൻ്റ് ആണ്. തെർമൽ ഇത്ര ചൂടൊന്നും ആവത്തില്ല. Zen 4 പോലെ അത്രയും ചൂടോ കാര്യങ്ങളൊന്നും ആവത്തില്ല. Zen 5 ഒരു തെർമൽ എന്താ പറയുക എഫിഷ്യൻസി ഉണ്ട് Zen 5. 9700X അതുപോലെ തന്നെ കമ്പാരിറ്റീവ് നോക്കുവാണെങ്കിൽ 8 core 16 ത്രെഡ് ആണ് അതും വരുന്നത്. ഇവിടെ 5.4 GHz ആണെങ്കിൽ ഇവിടെ 5.5 GHz ആയിട്ടുണ്ട്. 100 MHz ക്ലോക്ക് സ്പീഡ് കൂടി. ഇവിടെ 105 വാട്ട് ആയിരുന്നു, ഇവിടെ 65 വാട്ട് ആയിരുന്നു. സോ എഫിഷ്യൻസി ആണ് കാണിക്കുന്നത് Zen 5-ൻ്റെ. പിന്നെ നമ്മൾ 7900X നോക്കുവാണെങ്കിൽ ഇപ്പോൾ 12 കോർ 24 ത്രെഡ് ആണ് വരുന്നത്. 5.6 GHz ആണെങ്കിൽ ഇവിടെ സെയിം ആട്ടോ, 5.6 തന്നെ ഇവിടെയും കിട്ടുന്നത്. 5.6 തന്നെ. ഇമ്പ്രൂവ്മെൻ്റ് ഇവിടെ 170 വാട്ട് ഉണ്ടായിരുന്നു, 120 വാട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. ഇപ്പം 7950X ആണെങ്കിൽ 16 കോർ 32 ത്രെഡ് ആണെങ്കിൽ 5.7 ആണെങ്കിൽ ഇതും 5.7 തന്നെ. 80 MB ആണെങ്കിൽ ഇവിടെ 80 MB തന്നെ. 170 വാട്ട് ഇവിടെ 170 വാട്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് IPC ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരെ ഏറ്റവും ടോപ്പിൽ പോകുമ്പോൾ. എനിക്കൊരു നല്ലൊരു പ്രോസറായിട്ട് തോന്നിയെന്ന് പറയുന്നത് ഈ സാധനമാണ് 9700X. 65 വാട്ട് വരെ വലിക്കുന്നുള്ളൂ. സോ നമുക്ക് 8 കോർ 16 ത്രെഡും പെർഫോമൻസ് കിട്ടുന്നതുകൊണ്ട് 65 വാട്ട്സ് വരെ TDP വരുന്നുള്ളൂ. സോ നല്ലൊരു ഗെയിമിംഗ് പ്രോസറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോസറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ ഡെസ്ക്ടോപ്പിൽ ഇത്രേ വന്നിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് i9 ആയിട്ട് കമ്പാരിസൺ വന്നിട്ടുണ്ട്. 9950X റൈസൺ 9 9950X ഇന്റൽ കോർ i9 14900K ആയിട്ടൊരു കമ്പാരിസൺ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗെയിമിംഗ് ആണെങ്കിൽ ബോർഡർലാൻഡ്സ് 3 നോക്കുവാണെങ്കിൽ 4% ഇമ്പ്രൂവ്മെൻറ്റ് തൊട്ട് ഹൊറൈസൺ 0 ഡോണിൽ 21% ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നതാണ് പറയുന്നത്. ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി ടാസ്ക് ആണെങ്കിൽ 7% തൊട്ട് 56% വരെ ബെറ്റർ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ AMDയുടെ ഒരു ഇന്റർണൽ ടെസ്റ്റിങ്ങിലുള്ള സ്കോർസൊക്കെയാണ് ഈ കാണിക്കുന്നത്. സോ എത്രമാത്രം വിശ്വസിക്കാമെന്ന് എനിക്കറിയത്തില്ല. സോ ഇതിപ്പോൾ ജൂലൈ കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ എത്രമാത്രം സത്യമുണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും, നല്ല ഇത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. സോ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. ജൂലൈ കഴിയുമ്പോഴൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. സോ നമ്മൾ
ഇതിന്റെ കൂടെ തന്നെ 2 ചിപ്സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ റൺ ചെയ്യാനുള്ള X870യും X870 എക്സ്ട്രീമും വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ USB 4.0 ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് ഈ 2 ചിപ്പിലും മദർ ബോർഡ്സിലും. പിന്നെ PCI Gen 5 ഗ്രാഫിക്സിലും MEMലും വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഹയർ ക്ലോക്ക് സ്പീഡും വരും. പിന്നെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ AM5 സോക്കറ്റിന്റെ എന്താ പറയുക ലോഞ്ചിവിറ്റിയാണ്. ഇപ്പോൾ AM5 സോക്കറ്റിന് പോലെ 2027+ വരെ നിൽക്കുമെന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ നിങ്ങളൊരു Ryzen 7000 അല്ലെങ്കിൽ 9000 എടുക്കുവാണെങ്കിൽ 2027 കഴിഞ്ഞാൽ നമുക്ക് ആ സോക്കറ്റ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു B650 മദർ ബോർഡൊക്കെയാണ് തോന്നുന്നു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2027 കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോവാം. CPU മാത്രം അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റും. അതേസമയം AM4നും ഗുണങ്ങളുണ്ട്. AM4 തീർന്നിട്ടില്ല. AM4ന് വേണ്ടി 2 പുതിയ പ്രോസസ്സേഴ്സും പുതിയതായിട്ട് നമ്മുടെ AMD ഇറക്കിയിട്ടുണ്ട്. സോ AM4 ഇപ്പോഴും മരിച്ചിട്ടൊന്നുമില്ല. സോ AMDയുടെ നമുക്ക് ആ സോക്കറ്റ് സപ്പോർട്ട് അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല AM4ന് പുതിയ 2 പ്രോസസ്സർ ഇറങ്ങി എന്ന് പറഞ്ഞാൽ 2 ഇതാണ്. ഒന്ന് 5900XT 5800XT ആണ്. 16 കോർ 32 ത്രെഡ് വരുന്ന 5900XT ആണ്. 4.8 GHz ആണ് വരുന്നത്. 72 MB ക്യാഷ്, 105 വാട്ട് ചാർജർ. ഇത് നേരത്തെ സ്ലൈഡാണ്, അതാണ് ഇങ്ങനെ മങ്ങിയിരിക്കുന്നത്. ഇവിടെ പ്രൈസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പുതിയ സ്ലൈഡിൽ പ്രൈസ് ഒക്കെ എടുത്ത് കളഞ്ഞു. $359 ആണ് 5900XT വരുന്നത്. Ryzen 7 1500XT ആണെങ്കിൽ 8 കോർ 16 ത്രെഡ് 4.8 GHz ആണ്. 36 MB ക്യാഷ്, 105 വാട്ട്. TDP $240 ആണ് ഇവിടെ വരുന്നത്. $249 ആണ് ഇവിടെ പ്രൈസ് വരുന്നത്. സോ ഇത് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഒരു AM4 സോക്കറ്റ് അല്ലെങ്കിൽ Ryzen 5000 3000 ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് എടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊരു പുതിയ PC ഉണ്ടാക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഞാൻ Ryzen 5000 എടുക്കാൻ പറയത്തില്ല. കാരണം നിങ്ങളിപ്പോൾ Ryzen 5000 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യണം. 7000 അല്ലെങ്കിൽ 9000 അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മദർ ബോർഡ് മാറ്റേണ്ടി വരും. പിന്നെ റാമും മാറ്റേണ്ടി വരും. കാരണം നമ്മുടെ DDR4 റാം Ryzen അല്ലെങ്കിൽ AM4 അല്ലെങ്കിൽ Zen 5 സപ്പോർട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ Zen 4 സപ്പോർട്ട് ചെയ്യത്തില്ല. AM5 സോക്കറ്റ് സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ പുതിയതായിട്ടൊരു PC ഉണ്ടാക്കുമ്പോഴാണല്ലോ ഞാൻ പറയുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ Ryzen 7000 എടുക്കുക, ഒന്നില്ലെങ്കിൽ Ryzen 9000 എടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുതിയ ലാപ്ടോപ്സ് APUs അല്ലെങ്കിൽ APUs ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ നോക്കാം. പിന്നെ നെയിമിംഗ് സ്കീമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. നേരത്തെ പോലെ 7950Xും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ Ryzen 7 7840HS ഒക്കെ മാറി. ഇപ്പോൾ AMD Ryzen AI 9 HX 370i നല്ലൊരു വലിയ പേരാണ്. ഇങ്ങനെയായിരിക്കും മിക്കവാറും സ്റ്റിക്കറൊക്കെ വരുന്നത്. ഇതായിരിക്കും നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സൈഡിലുള്ള സ്റ്റിക്കർ വരിക. ഈ HX എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ഹൈ എൻഡ് പ്രോസസ്സാണ്. ഇത് ഇപ്പോൾ തൊട്ട് താഴെയുള്ള പ്രോസസ്സറാണ്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. AMD Ryzen AI 300 സീരീസിൽ വരുന്നതാണ്. AMD Ryzen AI 9 HX 370 ആണ് ടോപ്പ് എൻഡ് നിൽക്കുന്നത്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് ഡൈനാമിക് ആയിരിക്കും. മേ ബി 35 to 54 വാട്ടൊക്കെ ആയിരിക്കും TDP വരിക. സോ നമ്മൾ Ryzen AI 9 HX 370 കുറിച്ച് നോക്കുവാണെങ്കിൽ 12 കോറാണ് വരുന്നത്. 12 കോറ് 4 കോറ് ശരിക്കും ഹൈ പെർഫോമൻസ് Zen 5 കോഴ്സും 8 കോറ് Zen 5C കോഴ്സാണ്. ഒരു ചെറിയ കോറാണ്. ഈ എഫിഷ്യൻസി കോഴ്സ് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കൂടെ വരുന്നത് പറഞ്ഞാൽ റേഡിയോൺ 890M ആണ്. RDNA 3.5 ആണ് വരുന്നത്. RDNA 4 അല്ല. സോ RDNA 3യുടെ ഒരു റിഫ്രഷ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 16 കമ്പ്യൂട്ട് യൂണിറ്റ് ആണ് വരുന്നത്. MPU അല്ലെങ്കിൽ ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റിൻ്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ 50 ടോപ്സ് ആണ്. ഇത് നമുക്ക് നമ്മുടെ സ്നാപ്ഡ്രാഗൺ XLന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 45 ടോപ്സ് അങ്ങ് ഉണ്ടായിരുന്നു പെർഫോമൻസ്. ഇത് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ ആപ്പിളിൻ്റെ M3നേക്കാളും ബെറ്റർ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ. ഇനി Ryzen AI 300 സീരീസ് നോക്കുവാണെങ്കിൽ അവിടെ തന്നെ Ryzen AI 9 365 തൊട്ട് താഴെയുള്ള വെർഷനാണ് Ryzen 9ൻ്റെ. ഇവിടെ 10 കോറാണ് വരുന്നത്. 10 കോഴ്സ് വരുന്നുണ്ട്. 4 Zen 5 ഹൈ പെർഫോമൻസ് കോറും 6 Zen 5C കോഴ്സ് എഫിഷ്യൻസി കോഴ്സും. ഇവിടെ നമുക്ക് വരുന്നത് റേഡിയോൺ 880M ആണ്. 12 കമ്പ്യൂട്ട് യൂണിറ്റ് ആണ് വരുന്നത്. സോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 4 കമ്പ്യൂട്ട് യൂണിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 50 ടോപ്സ് സെയിം ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ ഈ Zen 5C കോർ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഹൈപ്പർ ത്രെഡിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ എഫിഷ്യൻസി കോഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് ഹൈപ്പർ ത്രെഡിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഹയർ ത്രെഡ് കൗണ്ട് നമുക്ക് കിട്ടും. സോ ഇതാണ് സാധനം. ഇപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ ഇതിപ്പോൾ AMD Ryzen AI 9 HX 370 നമുക്ക് നേരത്തെ 8740HS അല്ലെങ്കിൽ 7940HS എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. 7000 സീരീസ് 9 സീരീസ് ആണ്. 7000ലാണ് 9 ആണ് വരുന്നത്. Ryzen 9 ആണ്. 40 എന്ന് പറയുമ്പോൾ നമുക്ക് Zen 4 ആണ്.
0 ആണെങ്കിൽ ലോവർ സ്ക്യൂ ആണെന്ന് അറിയാം. ഇതിപ്പോൾ എങ്ങനെ വായിക്കുന്നു മനസ്സിലായി കഴിഞ്ഞാൽ AMD Ryzen AI. ഇപ്പോൾ AI എല്ലാത്തിലും കൊടുക്കണമെന്നാണ് AMD പറയാനായിട്ടുള്ളത്. 9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Ryzen 5, Ryzen 7, Ryzen 9. HX എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡാണ്. നമുക്കറിയാം UHS, HX എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയായിരിക്കും. U എന്ന് പറയുമ്പോൾ 15 വാട്ടാണ്, ഇപ്പോൾ HS ആണെങ്കിൽ 35 വാട്ടാണ്. H എന്ന് പറഞ്ഞാൽ 45 വാട്ട്, HX ആണെങ്കിൽ ഓവർക്ലോക്കബിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. 54 വാട്ട് 65 വാട്ട് വരെയൊക്കെ പോവും. ഇതതിൻ്റെ സീരീസാണ് 37 എന്ന് പറഞ്ഞാൽ. ഇത് സ്ക്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 0 പിന്നെ 5 ആണ് വരുന്നത്. അപ്പോൾ ഇനി മേളിൽ ചിലപ്പോൾ ഒരു പ്രോസർ വന്നു കഴിഞ്ഞാൽ 375 എന്ന് വരും. 5 എന്ന് പറഞ്ഞാൽ അപ്പർ ടോപ്പ് എൻഡ് ആണ് പറയുന്നത്. ഇപ്പോൾ 370 എന്ന് പറയുമ്പോൾ ഇച്ചിരി ലോവർ ആണ്. ഇപ്പോൾ നേരത്തെ ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ 7940 എന്ന് പറഞ്ഞാൽ ലോവർ സ്ക്യൂ ആണ്. 7945 HS എന്ന് പറഞ്ഞാൽ 45 വരുമ്പോൾ ടോപ്പ് എൻഡ് ആണെന്ന് പറയുക. സോ അതങ്ങനെയാണ്. ഇപ്പോൾ ഒരു പുതിയ പ്രോസസ്സറാണ് വരാൻ ചാൻസ് ഉണ്ട്. സോ 375 ആണെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനേക്കാളും ഇത്തിരി കൂടി കൂടിയ പ്രോസസ്സറായിരിക്കും. എനിക്ക് കൺഫ്യൂഷൻ വരുന്നത് ഈ രണ്ടാമത് നിൽക്കുന്ന സാധനമാണ്. ഇപ്പോൾ Ryzen AI 9 365 കുറിച്ചാണ്. ഇവിടെ HXO കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇനി അങ്ങനെ വരില്ലെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ടോപ്പ് എൻഡ് മാത്രമേ വരത്തുള്ളൂ, HX മാത്രമേ വരത്തുള്ളൂ. അതിൻ്റെ തൊട്ട് താഴേക്കണേനൊന്നും ഈ ബ്രാൻഡ് ലെവൽ വരത്തില്ലെന്നാണ് പറയുന്നത്. സോ അതൊരു കൺഫ്യൂഷൻ കാര്യമാണ്. ഇപ്പോൾ HX വരുവാണോ നമുക്കറിയാം 54 വാട്ട് 65 വാട്ട് വേരിയൻ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇത് ഏത് വാട്ടേജിലാണ് റൺ ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ലാപ്ടോപ്പ് ബ്രാൻഡിൻ്റെ ഒരു എന്താ പറയുക കനിവ് പോലെ ഇരിക്കും. അതിപ്പോൾ അവർ അഡ്വർടൈസ് ചെയ്യുമെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പ് ഇറക്കിയിട്ട് ഈ പ്രോസർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ Ryzen 9 365 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല അത് ഏത് വാട്ടേജിലാണ് റൺ ചെയ്യുന്നതെന്ന്. അത് 25-ലാണോ 35-ലാണോ അല്ലെങ്കിൽ 50-ലാണോ റൺ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അതവർ അഡ്വർടൈസ് ചെയ്താൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതൊരു കൺഫ്യൂഷനാണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ നമുക്കറിയാം U എന്ന് ഇടുവാണെങ്കിൽ 15 വാട്ടാണെന്ന് നമുക്കറിയാം, HS ഇടുവാണെങ്കിൽ 35 ആണ്, H ഇടുവാണെങ്കിൽ 45 ആണ്, HX ആണെങ്കിൽ 55 ആ റേഞ്ച് പോകണമെന്ന് അറിയാം. ഇതിപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഇതെടുത്ത് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ തിൻ ആൻഡ് ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന പെർഫോമൻസിലായിരിക്കില്ല അത് വർക്ക് ചെയ്യുക. അത് ചിലപ്പോൾ 45 വാട്ടിലായിരിക്കും അത് വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഇപ്പോൾ AMD പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് നെയിമിംഗ് സ്കീം എന്താ പറയുക, കാണാനൊക്കെ അടിപൊളിയാണ്. കാണാനൊക്കെ ഈ ലോഗമൊക്കെ നമ്മുടെ ലാപ്ടോപ്പിൽ ഇരിക്കാനൊക്കെ. പക്ഷെ നല്ല കൺഫ്യൂഷനാണ്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ചില സമയത്ത്. ഇത് എങ്ങനെ ആളുകൾ ഇത് മനസ്സിലാക്കി എടുക്കുന്നതാണ് എനിക്കറിയാത്തത്. ഇപ്പോൾ കമ്പനികളിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു പുതിയ ലാപ്ടോപ്പ് ഇറക്കി, അതിൻ്റെ കൂടെ ഇത് ഇറക്കുക Ryzen AI 9 365 45 വാട്ട് എഡിഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ നമുക്കറിയാം. അത്ര കൊടുക്കുമെന്ന് എനിക്ക് വലിയ എന്താ പറയുക ഒരു വിശ്വാസ്യത ഇല്ല. നമ്മുടെ ബ്രാൻഡ്സ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ കൊടുക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട രീതിയായിരിക്കും. അതുകൊണ്ടാണ് പുതിയ പ്രോസസ്സൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ Ryzen സീരീസ് ഇറങ്ങുമ്പോൾ എല്ലാവരും ലാപ്ടോപ്പിൻ്റെ റിവ്യൂ കണ്ടിട്ട് മാത്രം എടുക്കാൻ പോയാൽ മതി. കാരണം പണി കിട്ടും. അത്രേ ഉള്ളൂ. പെർഫോമൻസ് വളരെ ഡിഫറൻസ് വരും. നമുക്കറിയാം ഒരു CPU പെർഫോമൻസ് വാട്ടേജിൽ വളരെ ഡിപ്പെൻഡൻ്റ് ആണെന്ന് അറിയാം. സോ അത് റിവ്യൂ കണ്ടിട്ട് മാത്രം എടുക്കുക. സോ ഇതിൻ്റെ പെർഫോമൻസ് പിന്നെ നമുക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ RDNA 3.5 ഞാൻ പറഞ്ഞു. സോ ഇതാണ് അതിൻ്റെ പെർഫോമൻസ്. ഇപ്പോൾ Intel Core Ultra 185 വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ Ryzen AI ഇതിൻ്റെ പേരാണ് മോനെ Ryzen AI 9 HX 370 വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ 128% പറ്റിയ പെർഫോമൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ AMD തന്നെ ഇറക്കുന്നതാണ്. ഇത് കുറച്ച് കഴിഞ്ഞ് ജൂലൈ ഒക്കെ കഴിഞ്ഞ് ലാപ്ടോപ്പ് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. പിന്നെ ഇന്റലും വെറുതെ ഇരിക്കത്തില്ല. ഇന്റലിൻ്റെ എന്താ പറയുക അവരുടെ ലൂണാറിലേക്ക് പ്രോസസ്സ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഇറങ്ങി. അതിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞു. ഇന്നായിരുന്നു രാവിലെയായിരുന്നു അനൗൺസ്മെൻറ്റ്. അതും 50% പറ്റിയ പെർഫോമൻസ് ആണെന്ന് പറയുക. ബാറ്റിൽ മേജ് പ്രോസറാണ്. ഇപ്പോൾ Arc 2-ലാണ് അത് റൺ ചെയ്യുന്ന ഗ്രാഫിക്സ് വരുന്നത്. 50% നമ്മൾ നേരത്തെ ഇതിൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ Core Ultra 185 കൂടെ വന്നുകൊണ്ടിരുന്ന ഗ്രാഫിക്സിനേക്കാൾ 50% പറ്റിയ പെർഫോമൻസ് അത് കാഴ്ചവെക്കുമെന്നാണ് പറയുന്നത്. സോ നമുക്കിനി കണ്ടറിയാം. കാരണം നമുക്ക് ലാപ്ടോപ്സിലൊക്കെ അടിപൊളി പ്രോസസ്സാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് വരാൻ വേണ്ടാന്ന് ഉള്ള രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. കാരണം വേറെ കാര്യം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇത് സ്ട്രിക്ട് പോയിന്റ് APUs ആണ്. ഇതിന് ഒരു വേറെ സാധനം കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ ചേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രിക്ട് ഹേലോ എന്ന് പറഞ്ഞ സാധനം കൂടി വരുന്നുണ്ട്. അതിന് ഇവിടെ പറഞ്ഞ പോലെ 16 കമ്പ്യൂട്ട് യൂണിറ്റ് ഒന്നും അല്ല, 40 കമ്പ്യൂട്ട് യൂണിറ്റ് ഒക്കെയാണ് വരുന്നത്. അതൊരു RTX 4060 4070 അത്രയും പെർഫോമൻസ് കാഴ്ചവെക്കുന്ന IGPU ആണെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വരുവാണെങ്കിൽ പിന്നെ ഡിസ്ക്രീറ്റ് GPയുടെ ആവശ്യം വരത്തില്ല. അങ്ങനത്തെ പെർഫോമൻസ് ഒക്കെയാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ പുതിയ നെയിമിംഗ് സ്കീമും ഈ നെയിമിംഗ് സ്കീമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി എല്ലാം മനസ്സിലാവും. ഇതും പറയാൻ മനസ്സിലാവും. Ryzen 9 സീരീസ് ആണ്. 8 എന്ന് പറയുമ്പോൾ 8000 ആണ്. ഇത് പറഞ്ഞ പോലെ 9 ആണ്. 4 എന്ന് പറയുമ്പോൾ Zen 4 ആണ്. ഇത് 5 എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് ആണ്. അപ്പോൾ
ഹയർ എൻഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം 5 എന്ന് പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഇത് 0 എന്ന് പറഞ്ഞാൽ ലോവർ എൻഡ് ആണ്, ഇത് 5 എന്ന് പറഞ്ഞാൽ ഹയർ എൻഡ് ആണ്. ഇവിടെ നമുക്ക് കാണാം HS ആണ്, 35 വാട്ട് എഡിഷൻ ആണ്. ഇത് വല്ലതും മനസ്സിലാവും 35 വാട്ട് എഡിഷൻ ആണ് 45 വാട്ട്സ് എഡിഷൻ ആണ്, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനാണ് വരുന്നത്. സോ ഇത് ഇത്രയും സാധനങ്ങളാണ് അന്ന് നമ്മുടെ 2 ദിവസം മുമ്പ് കമ്പ്യൂടെക്സിൽ ഇറങ്ങിയത്. ജൂലൈ ടൈമിലൊക്കെയാണ് ലോഞ്ച് വരിക. അപ്പോൾ അത് ആ സമയത്താണ് നമുക്ക് ഇത്തിരി കൂടി ബെറ്റർ എന്താ പറയുക, നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. Zen 5ൻ്റെ ഒരു ആർക്കിടെക്ചറായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വരത്തുള്ളൂ. ഇത് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടല്ല, ഒരു എന്താ പറയുക, ഇപ്പോൾ 1.5 മണിക്കൂർ ലോഞ്ച് ആയിരുന്നെങ്കിൽ ഒരു 3/4 മണിക്കൂർ AI കുറിച്ചായിരുന്നു. അവരുടെ പുതിയ എപ്പിക് ലൈനപ്പ് ഓഫ് CPU AI ആണ്, പിന്നെ അതിൻ്റെ കുറിച്ചുള്ള പുതിയ GPUs, ഇപ്പോൾ സെർവർ GPUസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ. ഇത് ജസ്റ്റ് അവസാന ടൈമിലാണ് പറഞ്ഞു പോയത്. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.